തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരിക്കില്ല പി വി അൻവർ മത്സരിക്കുക, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം ഉണ്ടാവുകയുമില്ല. ഒരു സ്വതന്ത്രനായ അൻവർ വരുന്നു, തൃണമൂലിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു, അത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ മത്സരം കടുക്കുമ്പോൾ ഇതൊരു ദ്വന്ദ്വ യുദ്ധത്തിലേക്ക് മാറില്ല. അൻവർ കുറേ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു, ശരി തന്നെ. പക്ഷെ അതൊക്കെ ഇനി ചർച്ചയായതാൽ പോലും ജനങ്ങൾ LDF-ഓ UDF-ഓ എന്നൊരു തീരുമാനത്തിന് അപ്പുറത്തേക്ക് പോകുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മത്സരിക്കാനുള്ള തീരുമാനം വഴി കൂടുതൽ സൈഡ് ലൈൻ ചെയ്യപ്പെടാനല്ലേ, അൻവർ കൂടുതൽ സൈഡ് ലൈൻ ചെയ്യപ്പെടാനല്ലേ സാധ്യത? നിലമ്പൂർ മത്സരിക്കാൻ PV അൻവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല. അദ്ദേഹം അന്ന് രാജിവെച്ചപ്പോൾ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്, ഞാൻ മത്സരത്തിനില്ല, UDF-ന് പിന്തുണ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. UDF നേതൃത്വം അദ്ദേഹത്തോട് കാണിച്ച അദ്ദേഹത്തെ അതിൻ്റെ അകത്ത് UDF-ൻ്റെ അകത്ത് കയറ്റിയില്ലാനും എന്ന ചവിട്ടി പുറത്താക്കുകയും ചെയ്തില്ല. UDF നേതൃത്വം ഇലക്ഷത്തിൻ്റെ അവസാന നിമിഷം വരെ അദ്ദേഹത്തെ ഇട്ട് കളിപ്പിക്കുകയും അദ്ദേഹത്തോട് പറഞ്ഞ ധാരണകൾ ലംഘിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായത്. മത്സരിക്കുന്നില്ല എന്ന് പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൽ വിശ്വാസമുള്ള, അദ്ദേഹം 9 വർഷം പ്രതിദാനം ചെയ്ത നിലമ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തകർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, പ്രിയപ്പെട്ട അൻവർക്ക് നിങ്ങൾ മത്സരിക്കണം, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളെ ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന പ്രവർത്തകരുടെ ഒറ്റ വികാരത്തിന്റെ പുറത്താണ് അദ്ദേഹം സാഹചര്യം. ഇവിടെ ഇപ്പോ ഉയർന്നൊരു വിഷയം, ഇപ്പോ സന്ദീപ് വാര്യർ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ കോൺഗ്രസ് അകത്ത് കയറ്റാത്തതിന്റെ പ്രശ്നം അല്ല, ഞാൻ അങ്ങയുടെ തന്നെയാണ് അവസരം. അൻവർ പിടിക്കുന്ന വോട്ട് ആരുടെ വോട്ടായിരിക്കും? LDF-ന്റെ വോട്ടായിരിക്കുമോ UDF-ന്റെ വോട്ടായിരിക്കുമോ? LDF റിബൽ ആണെങ്കിൽ LDF-ന്റെ വോട്ടാണ് പിടിക്കാൻ സാധ്യത. ശരിക്കും ഇപ്പൊ പോരാട്ടം ആര് എന്നെ കൊണ്ട് അനുഭവിക്കണമെന്നാണ് അൻവറിന്റെ മനസ്സിലിരിപ്പ്? UDF ആണോ LDF ആണോ? പിണറായി വിജയനാണോ VD സതീശനാണോ? അൻവർ എന്തിനാണ് രാജിവെച്ചത്? അൻവർ എന്ത് വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെച്ചത്? ആ വിഷയം തന്നെയാണ് അൻവർ നിലമ്പൂരിലെ ജനങ്ങളോടും ഈ കേരളത്തിലെ ജനങ്ങളോടും ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്, അൻവർ രാജിവെച്ച അന്ന് മുതൽ ഈ സമയം വരെ കേരളത്തിലെ ജനങ്ങളും നിലമ്പൂരിലെ ജനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നത് PV അൻവറല്ലേ? എന്തുകൊണ്ട്? PV അൻവർ ഇത്ര കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ഏത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ട്? ഒരു ദുർഭരണത്തെക്കുറിച്ച് ഇത്ര കണിശമായി, ഇത്ര സ്പെസിഫിക് ആയിട്ട് വിശദീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ആരുണ്ട്? അദ്ദേഹം A മുതൽ Z വരെ ഈ പ്രദേശത്തെ, ഈ രാജ്യത്തെ, ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇത്ര സ്പെസിഫിക് ആയിട്ട് വിശദീകരിച്ച് ഈ ജനങ്ങളോട് പറഞ്ഞ് ആ ഒരു അംഗീകാരത്തിന് വേണ്ടി തന്നെയാണ് PV അൻവർ മത്സരിക്കുന്നത്. അദ്ദേഹം മത്സരിക്കുന്നത് 2 മുന്നണിക്കും ഭീഷണിയാണ്, യാതൊരു സംശയവും വേണ്ട. അത് LDF റിബൽ എന്ന് ഇവിടെ ആരോ പറഞ്ഞു. എങ്ങനെ LDF റിബലാവുന്ന? അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങൾ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കും. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന പറഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന ജനങ്ങളെ നമ്മൾ കണ്ടതാണ്. ആ ജനങ്ങളുടെ എല്ലാം ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF-ന്റെ ആയാലും UDF-ന്റെ ആയാലും വോട്ട് സംഹരിച്ച് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുള്ള തെളിവാണ് അതിനെ നിലമ്പൂർ സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. മത്സരിക്കുന്ന നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. മത്സരം പിണറായിസത്തിനെതിരെയാണോ സതീശനിസത്തിനെതിരെയാണോ? അതൊന്ന് വ്യക്തമാക്കാമോ? ഒരിക്കലും സതീശ അല്ല, മത്സരം പിണറായിസത്തിനെതിരെ തന്നെയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അദ്ദേഹം രാജിവെച്ചപ്പോൾ എന്ത് കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്? ഈ പിണറായിസത്തിനെതിരെ, ഈ വർഗീയ ശക്തികൾക്കെതിരെ, ഈ രാജ്യത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എതിരെ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ, ഈ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ പോലീസ് എടുക്കുന്ന കേസുകൾക്കെതിരെ അദ്ദേഹം ഉയർത്തിയ അതേ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഒന്നാമത്തെ അജണ്ട പിണറായിസത്തിന് തന്നെയാണ്. പിണറായിസത്തെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് PV അൻവറിന്റെ അജണ്ട. സ്വാഭാവികമായി VD സതീശനെതിരെ UDF നേതൃത്വവുമായി ഉണ്ടായ ചർച്ചയിലുണ്ടായ ചില പ്രയാസങ്ങളെ കുറിച്ച് അദ്ദേഹം VD സതീശനെതിരെ പറഞ്ഞു എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ മത്സരം ഈ പിണറായി ഗവൺമെന്റിനെ താഴെറുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഈ നിലമ്പൂരിലെ ജനങ്ങൾ അതിനുവേണ്ടി PV അൻവറിനെ വിജയിപ്പിക്കും. എന്നാൽ മാത്രമാണ് PV അൻവർ പറഞ്ഞ പിണറായിസം ഇവിടെ ഉണ്ട് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, PV അൻവർ പറഞ്ഞ ഈ പിണറായിസം പരാജയപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും CPM-ൽ അസംതൃപ്തരായ ഈ പിണറായി എംഗത്തിനെതിരെ പൊരുതുന്ന ഒരുപിടി CPM ആളുകളുണ്ട്. ഞാനിപ്പോൾ ഒരാഴ്ചയായി നിലമ്പൂർ മണ്ഡലത്തുണ്ട്. അദ്ദേഹം കടന്നു പോകുന്ന വഴിയോരങ്ങളിൽ
അദ്ദേഹത്തിന്റെ കൈപിടിച്ച് പറയുന്നത് CPM-ന്റെ പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്. അൻവർക്ക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ മത്സരിക്കണം എന്ന് പറയുന്ന എത്ര CPM പ്രവർത്തകരുണ്ട്. ഇന്നലെ ചന്തക്കുന്നിൽ നിന്ന് ജാഥ ആരംഭിക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് CI2-ന്റെ ഓഫീസിൽ സ്വരാജിന്റെ ബോർഡ് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ പ്രദേശത്ത് നിന്ന് ആളുകൾ പറയാണ് ഞങ്ങൾ അൻവർക്കയുടെ കൂടെയാണ്, അൻവർക്ക മത്സരിക്കണമെന്ന്. ഒരു കാര്യം തീർച്ചയാണ്, അൻവർക്ക് PV അൻവർ പറഞ്ഞ ഈ കാര്യത്തിന് നിലമ്പൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും, അദ്ദേഹത്തെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ഓക്കെ.